ഹായ് എവരിവൺ, ദിസ് ഈസ് ഫിലിം പെട്ടി. പുതിയതായിട്ട് റിലീസ് ആവുന്ന മൂവീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു സ്ഥലമാണിത്. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വെള്ളിത്തിരയിൽ തീ പാറിക്കാൻ വന്ന നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്കയും വിനായകനും അഭിനയിച്ച പുതിയ ചിത്രമായിട്ടുള്ള കളങ്കാവലിനെ കുറിച്ചാണ്. ചിത്രത്തിന്റെ പോസ്റ്റർ വന്ന നാളെ മുതൽ നമ്മളൊക്കെ എക്സൈറ്റഡ് ആയിരുന്നല്ലേ, ഇതെന്ത് കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് മമ്മൂക്ക ചെയ്യാൻ പോണെന്നുള്ളത്. അതുപോലെ തന്നെ വിനായകൻ നായകനാകുന്ന മൂവിയിൽ മമ്മൂക്ക പ്രതിനായകനാകുന്നു എന്നുള്ള പ്രത്യേകതയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കളങ്കാവലിന് വേണ്ടി അത്രയ്ക്കും വെയിറ്റിംഗ് ആയിരുന്നു നമ്മള്. യെസ്, ആ വെയിറ്റിംഗിനൊക്കെ ഒരു വർത്ത് ആയിട്ടുള്ളൊരു മൂവി തന്നെയാണ് നമുക്കിപ്പോ കിട്ടിയിരിക്കുന്നത്. വിനായകൻ മലയാള സിനിമ ഭരിക്കുന്ന യാതൊരു സംശയമില്ല. നമ്മുടെ മൂത്തോരാണ് മമ്മൂക്ക എന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആദ്യത്തെ മമ്മൂക്കയുടെ 100 കോടി ബഡ്ജറ്റ് സിനിമ വന്നിരിക്കുന്നു. കളങ്കാവൽ, ബ്രില്യന്റ് സ്ക്രിപ്റ്റ്, അടിപൊളി പടം, കിടിലം. ജിതിൻ കെ ജോസ് ആണ് സിനിമ സംവിധാനം ചെയ്തത്. ജിതിനെ ഓൾറെഡി കുറിപ്പിന്റെ റൈറ്റേഴ്സിൽ ഒരാളായിട്ട് നമുക്ക് സുപരിചിതനാണ്. മാത്രമല്ല ഈ ചിത്രത്തിലും ജിതിൻ ജിഷ്ണു ശ്രീകുമാറുമായിട്ട് ചേർന്ന് തിരക്കഥയിൽ പങ്കുചേർന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചത്. ഓക്കെ, സോ ഇതൊക്കെ പടത്തിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്കിനി സിനിമയിലോട്ട് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇതിനോടകം തന്നെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും ഒരു റിയൽ ലൈഫ് ഇൻസിഡന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണിതെന്ന്. പക്ഷെ ഈ ഇൻസിഡന്റ് മൊത്തത്തില് ജിതിനൊന്ന് മാറ്റി എഴുതിയിട്ടുണ്ട്. അതായത് മമ്മൂട്ടിയുടെ കഥാപാത്രത്തിന് ചെറിയ ചില മാറ്റങ്ങൾ കൊടുത്തു. പടത്തിന് ഒരു സിനിമാറ്റിക് മൂഡ് നൽകുക എന്നതൊരു പ്രധാന കാര്യം തന്നെയാണല്ലോ. ഇനി നടീനടന്മാരുടെ പെർഫോമൻസിലോട്ട് വരുമ്പോൾ വിനായകനും മമ്മൂട്ടി ഉൾപ്പെടെ ചെറിയ റോളുകൾ ചെയ്തവർ വരെ നല്ല വൃത്തിക്ക് അവരുടെ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ വില്ലനിസം ഒക്കെ ഒരുപക്ഷെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടാവാം. മമ്മൂക്കാണിക്കാട് 1 കോടി മുന്നിൽ വിനായകനുണ്ട്. അതിലൊരു മമ്മൂക്ക ഫാൻസ് തന്നെ വിനായകൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. എന്നാൽ ഈ ഒരു സിനിമയിൽ മമ്മൂക്കയുടെ പെർഫോമൻസിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിനായകൻ വിനായകനല്ല, അതിക്ക് വേറെ അഭിനയം. അദ്ദേഹം ആദ്യമായിട്ട് നായകനാവുന്ന ഒരു സിനിമയായിരുന്നു ഇത്. നമ്മളൊക്കെ ഈ നാട്ടിലെ സ്റ്റേഷനുകളിലൊക്കെ കാണാറുള്ള സാധാരണക്കാരനായിട്ടുള്ളൊരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ ഓർമ്മ വരുന്ന രീതിയിലുള്ളൊരു വേഷം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് വിനായകൻ വളരെ തന്മയത്വത്തോടു കൂടി തന്നെ ചെയ്തു വെച്ചിട്ടുമുണ്ട്. ഇനി ഇതിന്റെ ബേസ് എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന മറ്റൊരു ഫാക്ടറാണ് മ്യൂസിക്. മുജീബ് മജീദ് ആയിരുന്നു ചിത്രത്തിന്റെ സംഗീതം നിർവഹിച്ചത്. എടുത്തു വച്ചിരിക്കുന്ന ആ ലെവലിലാണ്. അപ്പൊ നമുക്ക് അത്രയും പടത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം, നമ്മളെ പിടിച്ചിരുത്തും. ഹിറ്റ് ചിത്രങ്ങളായിട്ടുള്ള കിഷ്കിന്ദ കാണ്ഡം, എക്കോ തുടങ്ങിയ ചിത്രങ്ങൾക്ക് മ്യൂസിക് നൽകിയത് മുജീബ് തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു മുജീബിന്റെ മ്യൂസിക്കിന് ഓരോ സീനിനും ഒരു ജീവൻ കൊടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ സീനിന്റെ ഡെപ്ത് മനസ്സിലാക്കി തരുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. ഉദാഹരണത്തിന് എക്കോ മൂവിയുടെ ക്ലൈമാക്സിന് അത്രയ്ക്കും ആ ഒരു ഭീകരത ഓഡിയൻസിൽ എത്തിക്കാൻ സാധിച്ചതിൽ പ്രധാന പങ്ക് മ്യൂസിക്കിനുണ്ട്. അതുപോലെ തന്നെയാണ് ഇവിടെ കളങ്കാവലിലെ ക്ലൈമാക്സ് നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മ്യൂസിക് ക്ലൈമാക്സിൽ തരുന്ന ഒരു ഗൂസ് ബംസ് മൊമെന്റ്. ഒരുപക്ഷെ നിലാക്കായം സോങ് കേട്ട പലരും അതൊരു ഇളയരാജ സോങ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കും. ഒരു പഴയകാല വൈബ് തരുന്ന മ്യൂസിക് ആയിരുന്നു ഈ ചിത്രത്തിന്റെ പ്രത്യേകതയും. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണത്. ഫൈസൽ അലിയാണ് സിനിമാറ്റോഗ്രഫി നിർവഹിച്ചത്. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്താണെന്നുള്ള പടം നമുക്ക് ഇത് കാണിച്ചു തന്നിട്ടുണ്ട്. ഓരോ സിനിമയ്ക്കും ഓരോ കളർ ടോൺ പിടിച്ചു പോകുന്ന സംവിധായകരുണ്ട്. ഒരു മൂവിയുടെ ഇമോഷൻ പ്രേക്ഷകരുമായിട്ട് കണക്ട് ചെയ്യാൻ അത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലൊരു കളർ ടോൺ പരിപാടി ജിതിൻ ഇതിലും പിടിച്ചിട്ടുണ്ട്. ഒരു റെഡ് ടോൺ ആണ് പിടിച്ചേക്കുന്നത്. മേർഡർ പോലത്തെ കാര്യങ്ങൾ കാണിക്കാൻ പൊതുവെ റെഡ് ടോൺ ആണ് ചൂസ് ചെയ്യാറുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, കളങ്കാവൽ ഈസ് നോട്ട് എവ്രിവൺസ് കപ്പ് ഓഫ് ടീ. ആ പടം ഈ പടം 200 300 അങ്ങനത്തൊന്നും നമ്മളെത്തില്ല. നമ്മളൊരു പടം ഇറ്റായാൽ മതി. പലർക്കും ലാഗ് ഫീൽ ചെയ്തേക്കാം, കാരണം മൂവി സ്ലോ പേസിലാണ് പോകുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി അത് മൂവി ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നാണ് തോന്നിയത്. എനിവേ, സിനിമ ഓൾമോസ്റ്റ് എല്ലാവർക്കും വർക്ക് ആയിട്ടുണ്ട്. സോ ഡോണ്ട് മിസ് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. പറ്റുമെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണാൻ ശ്രമിക്കണം. സോ ന്യൂ റിലീസ്ഡ് മൂവീസിന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഫിലിം പെട്ടിയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.